നാലമ്പല ക്ഷേത്രങ്ങളിൽ അവസാനത്തേതാണ് ശത്രുഘ്നനായി സമർപ്പിക്കുന്ന പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ കയ്യിലെ സുദർശന ചക്രത്തിന്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്നാണ് വിശ്വാസം. പ്രായത്തിൽ അവസാനമാണെങ്കിലും ലവണാസുരനെ വധിച്ച ഈ ദശരഥ പുത്രൻ നാലമ്പല ദർശനത്തിന്റെ അവസാന പാദത്തിലാണ് കുടികൊള്ളുന്നത്. ശ്രീരാമ സഹോദരനായ ശത്രുഘ്നനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ തന്നെ അപൂർവമായ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ശ്രീരാമനും സഹോദരങ്ങൾക്കുമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നാലമ്പലങ്ങളിൽ നാലാമത് ദർശനം നടത്തുന്ന ക്ഷേത്രമായി ഇവിടെ പായമ്മൽ എന്ന പേരിലാണ് ശത്രുഘ്നനെ ആരാധിക്കുന്നത്. തൃശൂർ ജില്ലയിലെ അരിപ്പാലത്ത് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ വെള്ളാങ്ങല്ലൂർ കവലയിൽ നിന്നും 6 കിലോമീറ്റർ അകലെ പൂമംഗലം പഞ്ചായത്തിലാണ് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. ചതുരാകൃതിയിലുള്ള ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി 3.5 അടിയോളം ഉയരമുള്ള ശത്രുഘ്ന വിഗ്രഹം. സുദർശന ചക്രത്തിന്റെ അവതാരമെന്നാണ് ഐതിഹ്യം. പ്രായത്തിൽ അവസാനമാണെങ്കിലും ലവണാസുരനെ വധിച്ച ഈ ദശരഥപുത്രൻ നാലമ്പല ദർശനത്തിന്റെ അവസാന പാദത്തിലാണ് കുടികൊള്ളുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ച് ആരാധിച്ചിരുന്ന ദശരഥപുത്രന്മാരിൽ ഇളയവനായ ശത്രുഘ്ന സ്വാമിയുടെ തേജോമയമായ ദിവ്യവിഗ്രഹം പ്രതിഷ്ഠിച്ചുള്ള ഭാരതത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ്. ദ്വാരകയില് 4 ഗോപുരദ്വാരങ്ങളിലും ഉണ്ടായിരുന്ന ദാശരഥികളുടെ 4 വിഗ്രഹങ്ങളാണ് ദ്വാരക കടലെടുത്ത് പോയ സമയത്ത് അതിവിടെ പടിഞ്ഞാറ് ഭാഗത്ത് ലഭിച്ചു എന്നും അതിനെ ക്രമേണ ശ്രീരാമനെ തൃപ്രയാറ് മുതൽ തുടങ്ങി പായമ്മലിൽ ലക്ഷ്മണനെയുമായിട്ട് പ്രതിഷ്ഠിച്ചു എന്നുള്ളതുമാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൽ ഉപദേവനായുള്ള ഗണപതിയുടെ പ്രതിഷ്ഠയ്ക്കുമുണ്ട് അപൂർവത. ശ്രീകോവിലിനോട് ചേർന്നുള്ള ശിലയാണിത്. ക്ഷേത്രത്തിലെ പൂജകൾക്കും ചിട്ടകൾ ഏറെയുണ്ട്. 3 നേരമായാണ് പൂജകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഭക്തജനങ്ങൾ ചേർന്ന് നടത്തുന്ന നാമജപം ഏറെ സവിശേഷത നിറഞ്ഞതാണ്. അത്താഴ പൂജയ്ക്ക് ശേഷം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായച്ചിത്തമായി വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയുമുണ്ട്. സുദർശന പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട്. ശത്രുദോഷം അകറ്റാനാണിത്. കുടുംബ ഐശ്വര്യത്തിനായി സുദർശന ചക്രം സമർപ്പിക്കൽ മറ്റൊരു പ്രധാന വഴിപാടാണ്. മഹാദേവന്റെ പെരുവിരൽ തുമ്പിനാൽ വെള്ളത്തിൽ വരച്ചപ്പോൾ ഉണ്ടായ സുദർശനം, ആ സുദർശനം പരമശിവൻ വിഷ്ണുവിന് സമ്മാനിച്ചു. ശത്രുഘ്നൻ വിഷ്ണു സങ്കല്പവുമാണ്. ലവണാസുര വധത്തിന് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ദേവനെ തണുപ്പിച്ച് ശാന്തനാക്കാനുള്ള വഴിപാടാണ് സുദർശന പുഷ്പാഞ്ജലിയും സുദർശന ചക്രവും എന്ന് വിശ്വാസം. ശത്രുഘ്നന്റെ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദൂട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ അതിന് ഇവിടെ വരലും പ്രസാദൂട്ട് നടത്താൻ സ്പോൺസർ ചെയ്യലും എല്ലാം അങ്ങനെയായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട്. ഗണപതിക്ക് വിളക്ക് വയ്ക്കലും നേദ്യവുമുണ്ട്. ഇവിടെ സാധാരണ നടന്നു വരുന്ന ഗണപതി ഹോമ വഴിപാടിന് ഭക്തജനങ്ങളുടെ അപൂർവമായ തിരക്കാണ്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം മേടമാസത്തിലെ മകയിര നക്ഷത്രത്തിലുമാണ്. നാലമ്പല ദർശനത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ഭാരതത്തിൽ തന്നെ ശത്രുഘ്നന്റെ പ്രതിഷ്ഠയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പായമ്മൽ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ നാലമ്പല ദർശനത്തിൽ ഏറ്റവും അധികം പ്രാധാന്യത്തോടുകൂടി ഭക്തരെത്തുന്ന ഒരിടം കൂടിയാണിത്. ഇനി വരുന്ന ദിവസങ്ങളിലും ഭക്തരുടെ ഒഴുക്ക് ഇവിടേക്ക് ഇരട്ടിയാകുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. വിഷ്ണുവിനൊപ്പം സാനു കെ സജീവ്, ജനം, തൃശൂർ.